പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് രാംമോഹനെ തന്റെ കൂടെ നിർത്തിയാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അയാൾ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതോടെ രാംമോഹനെ ചെന്ന് കാണുന്ന രാഹുൽ തന്നെ ഇഷയിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമം എനിക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇങ്ങനെയൊരു അവസരമുണ്ടാകുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. ഇത് കേട്ടതിനെ തുടർന്ന്, മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല, ആ അഭിഷേകാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെയും ഇഷയെയും അകറ്റി ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് അവൻ ഈ കള്ളക്കളികളെല്ലാം ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവനെ അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ റാംമോഹൻ തന്റെ ട്രാപ്പിലായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ. ഇതേ സമയം അഭിഷേകിനെ പിന്തുടർന്നുകൊണ്ട് നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ചെന്നിരിക്കുകയാണ് ഓഫീസിലെ ആൾ. അവിടെ വെച്ച് ഫോൺ ചെയ്യുന്ന രാഹുൽ ഇപ്പോൾ അഭിഷേകിന്റെ അടുത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിന് 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിയിക്കുന്നു. ഇതോടെ എത്രയും പെട്ടെന്ന് അവരുടെ ഫോട്ടോസ് എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി വീഡിയോയും ഫോട്ടോസും മാറി നിന്നുകൊണ്ട് അയാൾ പകർത്തുകയായി. എന്നാൽ ഇതൊന്നും അറിയാതെ രാഹുലിന്റെ ചതി മനസ്സിലാക്കാതെ അഭിഷേകിനോട് തന്നെ അപകട പ്രതിസന്ധിയിൽ സഹായിച്ചതിനുള്ള നന്ദി പറയുകയാണ് അവർ. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് അഭിഷേകിന് സാധിച്ചു. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല ചേട്ടാ. ഇതിന് നീ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നന്ദിയൊന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ സഹോദരിമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ധൈര്യമായി എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഒരു പ്രശ്നവും നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നൽകുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് അവർക്ക്. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത്. ഈ ഫോട്ടോസ് എടുത്തതിനെ തുടർന്ന് രാഹുലിന് അയച്ചു കൊടുക്കുന്നു അയാൾ. അവിടെ വെച്ച് ഈ ഫോട്ടോ കാണാൻ ഇടയാകുന്ന രാഹുലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത് വളരെ വലിയൊരു ചതി തന്നെയാണ്. ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല, അഭിഷേക് തന്നെയാണ് എന്ന
തെളിവ് സഹിതം റാംമോഹന്റെ മുന്നിലേക്ക് നിരത്തുന്ന അവൻ എന്നെയും ഇഷയെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഫോട്ടോസ് എല്ലാം കണ്ടതിനെ തുടർന്ന് രാഹുൽ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഇതെല്ലാം അഭിഷേകിന്റെ കുതന്ത്രം തന്നെയാണ്, ഇതിനുള്ള തിരിച്ചടി അവന് ഞാനായി തന്നെ കൊടുക്കുന്നതാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റാംമോഹൻ മുന്നോട്ട് പോയതോടെ തൻ്റെ വലയിൽ റാംമോഹൻ വീണു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. മാത്രവുമല്ല, ഇനി ഇഷയെ കൂടി ട്രാപ്പിലാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.